number 2, Ulahnan. ഇരുന്നോളൂ അപ്പച്ച. പേരെങ്ങനെയാ? ഉലഹന്നാൻ ബി. ഓക്കെ. ഉലഹന്നാൻ ബിക്ക് എത്ര വയസ്സുണ്ട്? 10-60 വയസ്സ് കാണും. ഓക്കെ. ഉലഹന്നാൻ എന്താ ഇപ്പൊ പ്രശ്നം? എനിക്ക് ഭയങ്കര ചൊറിച്ചില്ല. എവിടെ ഈ ചോദിച്ചു വരുന്നേ? അത് നാക്കിനാണ്. നാക്കിന് അല്ല, നാക്കിന് ചൊറിച്ചിൽ വരാൻ മാത്രം എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കോൺഫിഡൻഷ്യൽ ആയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അത് ഞാൻ ഡോക്ടറോട് പറയാം. അത് വളരെ സ്വകാര്യമായിരുന്നു. ആരോട് പറയുന്നു? ഞാനത് വർഷങ്ങളായിട്ട് വിളിച്ചു വെച്ചിരിക്കുന്നത്. മറ്റ് പല ഹോസ്പിറ്റലുകളിലും ഞാൻ പോയി കാണിച്ചു. ഏറ്റവും അവസാനം ദർശന മെഡിക്കൽ കോളേജിലും പോയി കാണിച്ചു. എന്നിട്ട് ഒരു സൗകര്യമില്ല ഡോക്ടറെ. ഏറ്റവും അവസാനം ഡോക്ടറെ അടുത്ത് വന്നു കഴിഞ്ഞാൽ വിടുതൽ കിട്ടുമെന്ന് ഒരാൾ ഇങ്ങനെ പറഞ്ഞു. അത് കഴിഞ്ഞാൽ ഇവിടെ വന്നത്. ഓക്കെ, എന്നോട് പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും കോൺഫിഡൻഷ്യാലിറ്റി നിങ്ങളുടെ പ്രൊഫഷണൽ എത്തിക്സ് ആണ്. നിങ്ങൾ പുറത്ത് പറയാറില്ല. എന്താ അതിന് കാരണം ഒന്ന് വിശദീകരിക്കാമോ? അതെന്താണെന്നറിയാമോ? ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും ഞാൻ സഭായോഗത്തിനും അവിടെ ചെന്ന് കഴിയുമ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കേൾക്കും, സൂക്ഷ്മതയോടെ നോക്കും. എന്നിട്ട് അത് വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് അടുത്ത ഒരു ചർച്ചിലെ ഒരാളെ വിളിച്ചു പറയണം, അല്ല അടുത്ത് നിൽക്കുന്ന ഒരാളോട് പറയണം. എന്നാലേ എനിക്കൊരു സമാധാനം വരും. ഓക്കെ, ഈ പറഞ്ഞു കഴിഞ്ഞ ചോർച്ചിൽ മാറാറുണ്ടോ? ഇല്ല, ഇത് പിന്നെ അടുത്ത ആഴ്ച ചെന്ന് കഴിഞ്ഞ് പറഞ്ഞു കഴിയുമ്പോൾ അത് മാറും. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ആഴ്ച സഭയിൽ ചെന്ന് കഴിയുമ്പോൾ പിന്നെ ഇത് തന്നെയാണോ അവസ്ഥ? എന്നാ ചെയ്യും? അപ്പം ഈ ഞായറാഴ്ച മാത്രം പ്രത്യേകതരമായിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഇത്. അതെ ഡോക്ടറെ, ഇതൊന്നും മാറണം. ടെൻഷൻ അടിക്കട്ടെ. അതിന് പ്രത്യേകതരം ശരിക്കും പറഞ്ഞാൽ പ്രത്യേകതരം മരുന്നൊന്നും തരാനായിട്ടില്ല. എന്താന്ന് വെച്ചാൽ ഒരു കാര്യം മാത്രം സഭായുധത്തിന് പോയിരിക്കുമ്പോൾ ചിന്തിച്ചാൽ മതി. ജീവനും മരണവും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്ന കാര്യം അറിയാലോ. പിന്നെ എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് ഒരു ക്യാപ്സ്യൂൾ കഴിക്കാനായിട്ട് തരാം. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായം 5 ആ ക്യാപ്സ്യൂൾ. അത് ഡെയിലി കിടക്കുന്നതിന് മുമ്പ് ഒന്ന് കഴിക്കണം. പിന്നെ ഒരു മാസം അപ്പച്ചനൊന്ന് നോക്കണം. പിന്നെ ഞായറാഴ്ച ഒക്കെ നാക്കിന്റെ ചോർച്ചിൽ ഒരാഴ്ച കുറഞ്ഞു വരുന്നുണ്ടോ എന്ന് നോക്കണം. കുറഞ്ഞില്ലെങ്കിൽ വീണ്ടും വരിക. അപ്പൊ നമുക്ക് വേറെ എന്തെങ്കിലും രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാവുന്നതായിരിക്കും. ഓക്കെ ഡോക്ടറെ, എന്നാ ഞാൻ പോയി അടുത്ത മാസം വരാം. ഓക്കെ, കുറയ്ക്കാൻ യാക്കോബ് 3:5. അങ്ങനെ തന്നെ നാമും ചെറിയ അവയവമെങ്കിലും വളരെ പങ്കു പറയുന്നു. കുറിഞ്ഞ തീ എത്ര വലിയ കാട് കത്തിക്കുന്നു.